ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, മുട്ട റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചൂടായിട്ടുണ്ട് എണ്ണ. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുള്ളൂ, ശരിക്കും അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് നന്നായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ളതാണെങ്കിൽ ഇതിടുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു കുത്തുന്നൊരു സ്മെല്ല് വരും. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില 2-3 ഇതൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മണം ഇതിലേക്ക് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേപ്പില ഇപ്പോഴും കറികളിടുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാത്രമേ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നീളത്തിലരിഞ്ഞ സവാളയാണ് കേട്ടോ. ഞാനൊരു 3 അത്യാവശ്യം വലിയ സൈസൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറായി വരും, പക്ഷേ അത് ശരിക്കും വാടിയിട്ടുണ്ടാവില്ല. സവാള നന്നായിട്ട് നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങണം. ഇനി സവാള വാടി കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മുട്ടക്കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. ചിലവർക്ക് ഈ മല്ലിപ്പൊടിയുടെ കുത്ത് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവർക്ക് ഇത് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇടുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാനൊരു 1.5 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവും നല്ല കളറും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതനുസരിച്ച് ചെയ്യാം. കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കളറായിട്ട് കിട്ടും, ഒട്ടും എരിവില്ലാതെ തന്നെ. ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുവാണ്. ഈ മസാല ഒന്ന് മുരിഞ്ഞ് വരണം, കരിയരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നന്നായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഗ്രേവിക്ക് എന്തായാലും തിക്നെസ് വേണം, അതനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മസാലയും ഇതെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം ശരിക്കും ഗ്രേവി തന്നെ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ അങ്ങ് പിടിക്കും, സവാളയിലേക്കും ഒക്കെ നന്നായിട്ട് പിടിക്കും. അതിനുവേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് തുടക്കത്തിൽ സവാള വാട്ടാൻ, അത് ഓർമ്മ വേണം, അതനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 5-6 ഇതൾ മാത്രമാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഞാനൊരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഓൾറെഡി കുക്ക്ഡാണ്, മുട്ടയും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി അധികം നേരം നമുക്ക് കുക്ക് ചെയ്യാനില്ല. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഈ മുട്ടയിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയൊന്ന് ആ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.